നമസ്കാരം. ജോസ് ജോൺ വ്യൂവിലേക്ക് സ്വാഗതം. ഇറാനിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മൊജ്തബ ഖമനേയി പെഷേസ്കിയാന് ഒരു അവസാന വാണിംഗ് കൊടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കാണുന്നത്. അദ്ദേഹം പറയുന്നത് വേണമെങ്കിൽ പെട്ടെന്ന് ഇതൊരു തീരുമാനത്തിലെത്തിച്ചുകൊള്ളുക, അമേരിക്കയുമായിട്ടുള്ള ഈ വിഷയം പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിച്ചുകൊള്ളുക. ഒരു തീരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് IRGCക്ക് അനുകൂലമായൊരു തീരുമാനമാണ് എന്ന് വേണം വിചാരിക്കാൻ. ഇല്ലെങ്കിൽ അദ്ദേഹം ഈ IRGCയുടെ ടോപ്പ് കമാൻഡറായിട്ടുള്ള അഹമ്മദ് വഹീദിനെ ഈ കാര്യങ്ങളൊക്കെ കൂടി ഏൽപ്പിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാണിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും വന്ന വാണിംഗ് അല്ല, ജെറുസലേം പോസ്റ്റിലാണ് ഇത് പത്രവാർത്തയായിട്ട് കണ്ടത്. ഇത് പറയപ്പെട്ടതായിട്ട് പറയുന്നത് ഈ പെഷേസ്കിയാൻ്റെ മരുമോൻ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതായിട്ടാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങളൊരു രാജി തന്നാൽ അത് നിശ്ചയമായിട്ടും സ്വീകരിക്കപ്പെടും. നേരത്തെ പെഷേസ്കിയാൻ രാജിവെച്ചിരുന്നു. ഈ IRGCയുടെ ആവശ്യത്തിൽ കൂടുതലുള്ള ഭരണത്തിലെ ഇടപെടൽ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കിയതുകൊണ്ട് അദ്ദേഹം ഞാനില്ല, നിങ്ങളെന്താ ചെയ്തോ എന്ന മട്ടിൽ രാജിവെച്ചിരുന്നു. അപ്പോൾ അത് രാജി അദ്ദേഹത്തെ കൊണ്ട് ബലമായിട്ട് അല്ലെങ്കിൽ പോസിബിളായിട്ട് അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിച്ചു. പിന്നീട് അദ്ദേഹം തുടരുന്നു. അപ്പോൾ ഈ പറയുന്ന നെഗോസിയേഷൻസ് ഒക്കെ നടക്കുന്നത് പെഷേസ്കിയാൻ്റെ പെർവ്യൂവിലാണ്. അപ്പോൾ അത് IRGCക്ക് അനുകൂലമായ തരത്തിൽ ഉടനെ തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ അഹമ്മദ് വഹീദിക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടി കൈമാറും എന്നാണ് ഈ മൊജ്തബ ഖമനയുടെ പേരിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഈ അവസാന വാണിംഗ്. വാസ്തവത്തിൽ ഇത് മൊജ്തബ ഖമനയെ ഇത്തരം ഒരു വാണിംഗ് ഒന്നും കൊടുക്കാൻ പറ്റിയ അവസ്ഥയിൽ അദ്ദേഹമുണ്ട് എന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ 95% ഇൻവാലിഡ് ആയിട്ടൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് അദ്ദേഹത്തെ ചാരന്മാരൊക്കെ പരിഗണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ കിടക്കുന്ന ഒരു ശരീരം, അതുമാത്രമാണ്. അപ്പോൾ ഈ വാണിംഗ് വന്നിട്ടുള്ളത് നിശ്ചയമായിട്ടും ഇദ്ദേഹത്തിൽ നിന്ന്, ഈ മൊജ്തബ ഖമനേയി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നായിരിക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തെ കാണുന്നു എന്ന് പറയുന്ന, അദ്ദേഹവുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്ന് പറയുന്ന ഈ അഹമ്മദ് വഹീദി അടക്കമുള്ള 2-3 പേർ എല്ലാം IRGCയിലെ ആളുകളാണ്. അപ്പോൾ അവർക്ക് മാത്രമാണ് അദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാം. അവർ മാത്രമാണ് ഇദ്ദേഹത്തെ കാണുന്നതായിട്ട് അവകാശപ്പെടുന്നത്. ഇത് അവരുടെ ബുദ്ധിയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഗതിയായിരിക്കാം. എന്താ IRGC കൂടുതൽ അധികാരം കൈയടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അതിനിടയിലൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇറാനുമായിട്ട് അദ്ദേഹം സംഭാഷണത്തിൽ തുടരുകയാണ്. ഇറാനെ സംബന്ധിച്ചത് അവസാന ചാൻസാണ്. ഇത് ഒന്നുകിൽ ഒരു ഡീലിലെത്തുക അല്ലെങ്കിൽ ടോട്ടൽ സറണ്ടർ, പരിപൂർണമായി കീഴടങ്ങുക എന്നുള്ളതാണ് ട്രംപ് ഈ ദിവസങ്ങൾ ഉപയോഗിച്ചുള്ള വാക്ക്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ആഴ്ചത്തെ ബുധനാഴ്ച നെതന്യാഹു വാഷിങ്ടണിൽ പോയി ട്രംപിനെ കണ്ടിരുന്നു. ട്രംപുമായിട്ടുള്ള സംസാരത്തിന് ശേഷമാണ് ട്രംപ് പറഞ്ഞത് ഇറാനിലെ മുഴുവൻ എനർജി സൈറ്റുകളും ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ആഴ്ച അവസാനത്തോടുകൂടി ഒരു വ്യാപകമായ ആക്രമണം ഇറാൻ്റെ എല്ലാ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയും കൂടാതെ അവരുടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട വലിയ ഇൻസ്റ്റലേഷൻ്റെ നേരെയും വലിയൊരു ആക്രമണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാക്രമണം ഇറാനെ കൊണ്ട് പറ്റുമ്പോൾ ഇറാൻ ചെയ്യുമെന്നും അതിൻ്റെ പരുക്ക് GCC രാജ്യങ്ങൾക്കാണ് വരിക എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഇത് നെതന്യാഹു ആണ് ഇതിനകത്ത് ഇസ്രായേലും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള അറ്റാക്കാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്ന നിലയ്ക്കാണ് വാർത്തകൾ പുറത്തു വന്നത്. അപ്പം നെതന്യാഹു അതിന് പരിപൂർണമായും ഒരുങ്ങി അവിടെ നിന്ന് തിരിച്ചു വരികയും അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നതായി ഒക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനിടയിലൂടെ ശനിയാഴ്ച ആയപ്പോഴേക്കും ട്രംപ് പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഇപ്പോഴടിക്കുന്നില്ല, നെഗോസിയേഷൻ ആവാമെന്ന് പറഞ്ഞ് ഇറാൻ കാല് പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് തങ്ങൾ നെഗോസിയേഷനിലേക്ക് വീണ്ടും തിരിയുകയാണ് എന്ന തരത്തിലൊരു പ്രസ്താവന ട്രംപിൽ നിന്ന് വരികയുണ്ടായത്. കഴിഞ്ഞ സാറ്റർഡേ ആണ് പിന്നീട് ആ പ്രസ്താവന വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സൺഡേ തന്നെ ടെഹ്റാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല, ഞങ്ങൾ ആരോടും കാല് പിടിക്കാൻ പോയിട്ടില്ല. അപ്പം ട്രംപ് പറയുന്നുണ്ട് നിങ്ങൾ അതിനുള്ള മറുപടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇവരിങ്ങനെ ദിവസം വാക്ക് മാറ്റി പറയും, അടികൂടെ വന്ന് എൻ്റെ കാല് പിടിക്കും, എന്നിട്ട് പോയിട്ട് പത്രക്കാരുടെ മുമ്പിൽ എന്നിട്ട് പറയും ഞങ്ങൾ ഒരു നെഗോസിയേഷനും ഇല്ല, അമേരിക്ക ഞങ്ങൾ തോറ്റെന്ന് പറയും. ഇത് കൂട്ട് കൂടുതൽ വർത്താനം നിങ്ങൾ പറയുക, ഒന്നുകിൽ നിങ്ങൾ കീഴടങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡീൽ ഉണ്ടാക്കുക, ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമാണ് എന്ന് ഈ ഒരു സാഹചര്യത്തിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ആക്രമണം ഉണ്ടായാൽ, ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ അവരുടെ എനർജി സൈറ്റ്സിനെ മൊത്തം ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ പറ്റുന്നത് പോലെ തിരിച്ച് സൗദി അറേബ്യനെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും കുവൈറ്റിനെയും ഖത്തറിനെയും ബഹ്റൈനും ഒക്കെ ആക്രമിക്കും. അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട് പ്രധാനമായിട്ട് സൗദി അറേബ്യയിൽ നിന്നാണ് ഒരു വലിയ പ്രഷർ ഉണ്ടായതെന്നാണ് മനസ്സിലാവുന്നത്. ഈ ആക്രമണം തൽക്കാലത്തേക്ക് മാറ്റിവെക്കണം, ഇതൊരു നെഗോസിയേറ്റഡ് സെറ്റിൽമെൻറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അത് പാകിസ്ഥാനും ഒമാനും ടർക്കിയും ഈജിപ്തും ഒക്കെ ചേർന്നുള്ള വലിയ ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അത് എത്തിക്കാൻ കഴിയുമെന്ന ഒരു നിലയിൽ സൗദി അറേബ്യയുടെ റിക്വസ്റ്റിനെ തുറന്ന് ഇത് മാറ്റിവെച്ചു എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന സംഗതി. ടെഹ്റാൻ്റെ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് അവർ പറയുമ്പോൾ അവർ തന്നെ പറയുന്നു ഒമാനിൽ അവർ ചർച്ചയിലാണ്,
സ്ട്രൈറ്റ് ഓഫ് ഹാർമൂസിനെ സംബന്ധിച്ച്. അപ്പോൾ ട്രംപ് പറഞ്ഞ രണ്ട് കാര്യങ്ങളിലാണ് തീരുമാനം എത്തേണ്ടത്. ഒന്ന്, സ്ട്രൈറ്റ് ഓഫ് ഹാർമൂസ് പണ്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും, ഇറ്റ് ഷുഡ് ബി ടോട്ടലി ഫ്രീ, എല്ലാ കപ്പലുകൾക്കും അതിൽ കടന്നു പോകാൻ പറ്റണം. രണ്ട്, അവിടെ ന്യൂക്ലിയർ വെപ്പൺസ് ഒരു കാരണവശാലും ഇറാന് പറ്റില്ല. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യത്തിൽ നെഗോസിയേഷൻ നടക്കുന്നുണ്ടെന്ന് ടെഹ്റാൻ തന്നെ സമ്മതിക്കുന്നു. പക്ഷെ ഒമാനുമായിട്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് പറയുന്നത്. ഒമാനുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ചർച്ച ചെയ്യുന്ന പാകിസ്ഥാൻ അവിടെ ഉണ്ട്, ഈജിപ്ത് അവിടെ ഉണ്ട്, ടർക്കി അവിടെ ഉണ്ട്, ബാക്കിയുള്ള കുവൈറ്റ് അവിടെ ഉണ്ട്, ഖത്തർ അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ചർച്ച നടക്കുന്നില്ല എന്നുള്ളത് ഇവരുടെ വെറും ഒരു റെട്ടറിക്ക് മാത്രമാണ്. അതിനിടയിലൂടെ IRGCയുടെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള മൊഹ്സൻ റസായി പറഞ്ഞു, ഈ ഇറാൻ്റെ മേലെയുള്ള നിങ്ങളുടെ ഈ നേവൽ ബ്ലോക്കേഡ്, അമേരിക്കയുടെ നേവൽ ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള അമേരിക്കയുടെ എല്ലാ നേവൽ ഷിപ്പുകളെയും ഞങ്ങൾ ഉടനെ തന്നെ ആക്രമിച്ച് പൊടിയാക്കും എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിന് ഉള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്കറിയാം, അതിൽ കാര്യമൊന്നുമില്ല. അപ്പം ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഈ പുതിയ ബ്ലോക്കേഡ്, അമേരിക്ക ഇപ്പോൾ റീസെൻ്റായിട്ട് ഏർപ്പെടുത്തിയ ബ്ലോക്കേഡിന് ശേഷം ഇറാനിലേക്ക് പോയ 44 കപ്പലുകൾ അമേരിക്ക തിരിച്ച് അയച്ചിട്ടുണ്ട്. 2 എണ്ണം പറഞ്ഞത് കേൾക്കാതെ പോയി എന്നതിൻ്റെ പേരിൽ ഡിസേബിൾ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ എഞ്ചിൻ റൂം ആക്രമിച്ച് ഡിസേബിൾ ആക്കിയിട്ടുണ്ട്. 2 കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിനെ സംബന്ധിച്ച് ഇതുവരെയുള്ളത്. അപ്പം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. അത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹാർമൂസിനെ സംബന്ധിച്ചാണ് പറയപ്പെടുന്ന കാര്യം. ഇത്രേ ഉള്ളൂ. ഈ 2 വാട്ടർ വേസ് ആണുള്ളത്. ഒന്ന് ഇറാനോട് ചേർന്നുള്ള ഒരു വാട്ടർ വേ ഉണ്ട്, വേറൊന്ന് ഒമാനോട് ചേർന്നുള്ള വാട്ടർ വേ ഉണ്ട്. അപ്പോൾ ഒമാനോട് ചേർന്നുള്ള വാട്ടർ വേയിലൂടെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രൊട്ടക്ഷനിൽ കപ്പലുകൾ കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ആ കപ്പലുകൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് തന്നെ ആക്രമിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പലുകളുടെ ഒഴുക്ക് കുറവാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ചർച്ച ഈ ഒമാന്റെയും ഇറാന്റെയും വാട്ടേഴ്സിന് നടുക്ക്, അത് ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആണ്. ഇന്റർനാഷണൽ വാട്ടേഴ്സ് ചില സ്ഥലത്തില്ല. നമുക്കറിയാവുന്നതുപോലെ ഒരു രാജ്യത്തിന് അതിൻ്റെ കടൽ അതിർത്തി എന്നത് അവകാശപ്പെടാൻ പറ്റുന്ന ഏകദേശം 22 കിലോമീറ്റർ ആണ്. 12 നോട്ടിക്കൽ മൈൽ ആണ്. അത് ഏകദേശം 22 കിലോമീറ്റർ വരും. അപ്പം ഇറാന്റെ വെള്ളത്തിന്റെ അല്ലെങ്കിൽ കടലിന്റെ അതിർത്തി കടലിലേക്ക് 22 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒമാന്റേതും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ കടലിന് 39 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം ഇറാന്റെയും ഒമാന്റെയും കടലുകൾ മേർജ് ചെയ്യും. അവിടെ രണ്ടുപേരുടെയൊക്കെ ആരുടേതെന്നുള്ള ഇതിനെ സംബന്ധിച്ചൊരു സംശയം വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്റർനാഷണൽ വാട്ടർ വേ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം വീതിയുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇന്റർനാഷണൽ വാട്ടർ വേ ഉണ്ട്. ഈ ഹോർമൂസിന്റെ ഏറ്റവും ചോക്ക് പോയിന്റിൽ മാത്രമാണ് ഈ പറയുന്ന വീതി കുറവ്. അപ്പോൾ ഒരു 2-4 കിലോമീറ്റർ വീതിയിൽ ഇന്റർനാഷണൽ വാട്ടർ വേ ഐഡന്റിഫൈ ചെയ്ത് ഈ രണ്ടിനെയും നടുക്കൂടി കടത്തിവിടുക. അപ്പോൾ അതിലെ കൂടി മാത്രം ട്രാഫിക് അനുവദിക്കുക എന്നുള്ള നിലയ്ക്കുള്ള ഒരു നെഗോസിയേഷനാണ് ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ളൊരു വാട്ടർ വേ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഒമാനിൽ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മറുഭാഗത്ത് ഇസ്രായേലിലെ നമ്മൾ പറഞ്ഞു, ഹമാസ് ഡീമിലിറ്ററൈസ് ചെയ്യാൻ സമ്മതിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന വലിയ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിനോട് ഹമാസിൻ്റെ ആളുകൾ സംസാരിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൽ എത്തിയെന്നാണ് ട്രംപ് പറഞ്ഞത്. അത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഏത് തരത്തിലുള്ള സമാധാന ചർച്ചകളും അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം ആയുധം വെച്ച് കീഴടങ്ങണം, അതിനുശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുക. അപ്പോൾ ഹമാസ് പറഞ്ഞ് ഞങ്ങൾ ആയുധം വയ്ക്കാം, പക്ഷെ അതിനു മുൻപ് ഈ ഇസ്രായേൽ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് നെതന്യാഹു അന്നും ഇപ്പോൾ ഇന്നലെയും അദ്ദേഹം പറഞ്ഞു ഹമാസ് പൂർണ്ണമായും ഡീമിലിറ്ററൈസ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞാൽ എല്ലാ ഹമാസ് ഭീകരന്മാരും ആയുധം താഴെ വയ്ക്കണം, ഗാസയിൽ ആയുധത്തിൻ്റെ ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല, അതിനുശേഷം മാത്രമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ആരംഭിക്കുക. കൂടാതെ അവിടെ റീകൺസ്ട്രക്ഷൻ എന്നതിൻ്റെ പേരിൽ ഈ ഇന്റർനാഷണൽ ബോർഡ് ഓഫ് പീസ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യവും അതിനുശേഷം മാത്രമേ പറ്റുള്ളൂ. ഇതാണ് നെതന്യാഹു നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ട്രംപ് ഇന്നലെ പറഞ്ഞു ഏതായാലും ഹമാസ് ആദ്യം ആയുധം വെച്ച് കീഴടങ്ങണം, അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാവുകയുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇസ്രായേൽ അവരുടെ ഗാസയിലെ ആക്രമണ പരിപാടികൾ അവർ നിർത്തിയിട്ടില്ല. അവർ ഗാസയിൽ ആക്രമണം തുടരുന്നുണ്ട്. ഇതിനെ ഖത്തറും ഈജിപ്തും ടർക്കിയും ഒക്കെ അപലപിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ഒരു കണക്ക് പ്രകാരം 73,375 ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതാണ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ട ഡെഡ് ബോഡികൾ 73,375 എണ്ണമാണ്. കാണാതെ പോയിട്ടുള്ള ആളുകൾ വേറെയുണ്ട്. അവരുടെ ശവശരീരങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിക്ക് പറ്റിയ ആളുകളുടെ എണ്ണം 1,74,220. അപ്പം ഇത് കാണിക്കുന്നത് അന്ന് ഇസ്രായേൽ കയറി ഹമാസ് കാണിച്ച ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ റിസൾട്ടാണിത്. അപ്പം അത് അന്ന് ആക്രമണം 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ അവർ കൊന്നത് 1,200 ആളുകളെയാണ്. 251 ആളുകളെയാണ് പിടിച്ചുകൊണ്ടുപോയത്. അതിനകത്ത് ചില ആളുകളും കൊല്ലപ്പെടുകയുണ്ടായി. കൂടാതെ കുട്ടികളെ അബ്യൂസ് ചെയ്യുക, സ്ത്രീകളെ അബ്യൂസ് ചെയ്യുക, വൃദ്ധരെ അബ്യൂസ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്.
അപ്പം അതിൻ്റെ മറുപടിയായിട്ട് ഇസ്രായേലിൽ നിന്ന് തുടങ്ങി വെച്ച യുദ്ധത്തിൻ്റെ കണക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ വേറൊരു ന്യൂസ് കാണിക്കുന്നത് ഈ ഒക്ടോബർ 7, 2023 ശേഷം ഇന്ത്യയിൽ നിന്ന് 2596 ഷിപ്മെന്റ് ഓഫ് വെപ്പൺസ്, അമ്യൂണിഷൻസ് ആൻഡ് പാർട്സ് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക്. അതായത് ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം ആരംഭത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് 2596 ഷിപ്പ് നിറയെ ആയുധങ്ങളോ അല്ലെങ്കിൽ വെടിക്കോപ്പുകളോ അതല്ലെങ്കിൽ ആയുധങ്ങളുടെ പാർട്സോ എത്തിയിട്ടുണ്ട്. തിരിച്ച് ഇസ്രായേലിൽ നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്ന കാര്യം നമുക്കറിയാം. ഇസ്രായേലിൻ്റെ മൊത്തം ആയുധ കയറ്റുമതിയിൽ 29% ഇന്ത്യയിലേക്കാണ്. അത് ഉക്രൈനും ഇന്ത്യയും ഒക്കെ ഏകദേശം ഒരേ രീതിയിലാണ് ഇസ്രായേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങുന്നത് ഉക്രൈനും ഇന്ത്യയുമാണ്. ഇനി സൗദി അറേബ്യ പറയുന്നത് അവരുടെ യമനുമായിട്ടുള്ള സംഗതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സൗദി അറേബ്യ 14 രാജ്യങ്ങളുടെ ഒരു കോalition ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാനൊക്കെ വരുന്ന ആളുകൾ ഇയാൾക്ക് എവിടെ നിന്ന് ഈ വാർത്ത കിട്ടുന്നു, ഇങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. സോ ഈ വാർത്ത ഞാൻ കളക്ട് ചെയ്തത് അന്ന് അൽ ജസീറയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് എല്ലാ പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളുമായി ഉൾപ്പെട്ട വാർത്ത, മിഡിൽ ഈസ്റ്റിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് അൽ ജസീറ നോക്കിയിരിക്കും. അൽ ജസീറയിൽ ഇത്തരം വാർത്തകൾ കൃത്യതയോടെ വരും. അവർ ബയാസ്ഡ് ടു ഇസ്ലാമിക് വേൾഡ് ആണ് എങ്കിൽ പോലും നമുക്ക് വാർത്തകൾ കിട്ടും. അപ്പോൾ അതിനകത്ത് അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്ത സംഗതിയാണ്. ഇന്നും ഇത് അൽ ജസീറയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോർമേഷനെ കുറിച്ച്. 43 രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് ആണ് കഴിഞ്ഞ വ്യാഴാഴ്ച സൗദി അറേബ്യയിൽ നടന്നത്. അതിൽ 14 രാജ്യങ്ങൾ, അതിൽ യൂറോപ്യൻ യൂണിയൻ വേറെയുണ്ട്. ഈ 43 രാജ്യങ്ങൾ എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളാണ്, ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ഈ 43 ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികൾ അതിനകത്തുണ്ടായിരുന്നു, US പ്രതിനിധി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇവർ കോalition ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രം ചേർത്തുകൊണ്ടാണ്. യൂറോപ്യൻ യൂണിയനൊക്കെ പുറമേ നിന്നുള്ള സഹായം, US പുറമേ നിന്നുള്ള സഹായം, അവരാരും ഈ കോalition ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ ഈ 14 രാജ്യങ്ങൾ ഒപ്പിട്ടവര് ഹൂത്തികൾക്കെതിരെ റെഡ് സീയിൽ ഒരു മാരിടൈം ഫോഴ്സായി അവർ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൗദി അറേബ്യ അതിനിടയിലൂടെ ഒരു കരയിലൂടെ ഒരു ആക്രമണം ഹൂത്തികൾ നേരെ പ്ലാൻ ചെയ്യുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏകദേശം സെൻട്രൽ യമനിലൂടെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലേക്ക് ഒരു ആക്രമണമാണ് സൗദി അറേബ്യ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈസ്റ്റേൺ യമനിലാണ് സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട മിലിറ്ററി കോൺസെൻട്രേഷൻ ഇപ്പോഴുള്ളത്. അവർ ഈസ്റ്റേൺ യമനിൽ നിന്ന് സെൻട്രൽ യമനിലേക്ക് നീങ്ങുന്നതായ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ലാർജ് ഒഫൻസീവ് വഴി ഹൂത്തികളെ ആക്രമിച്ച് യമൻ ഒരുപക്ഷെ യൂണിഫൈഡ് യമൻ ഉണ്ടാക്കാനുള്ള ഒരു അവസാന നീക്കത്തിലേക്ക് ഒഫീഷ്യൽ ഗവൺമെൻറ്റും സൗദി അറേബ്യയും ചേർന്നൊരു ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹൂതികളുടെ കയ്യിൽ നിന്ന് യമനെ പൂർണ്ണമായും മോചിപ്പിക്കുക എന്ന രീതിയിലുള്ളൊരു യുദ്ധത്തിലേക്ക് ഇത് കടക്കുകയാണെങ്കിൽ നേവൽ ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ ആ ഒരു ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഈ 14 രാജ്യങ്ങളുടെ ഈ കോalition ഉണ്ടാക്കിയിട്ടത്. ഡിഫൻസ് പർപ്പസ് ആണ് എന്ന് പ്രത്യേകം പറയുന്നത്, ഓഫൻസ് പർപ്പസ് അല്ല എന്നും പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ 14 രാജ്യങ്ങൾ ഒപ്പിട്ടതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇല്ല, ഒമാൻ ഇല്ല. നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സൗദിയും തമ്മിൽ യമൻ വിഷയത്തിൽ അവർ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് ആണുള്ളത്. സൗദി അറേബ്യയെ സംബന്ധിച്ച് സൗദി അറേബ്യക്കാണ് ഈ യമനുമായിട്ട് ഏകദേശം ഒരു 1500-2000 കിലോമീറ്റർ അതിർത്തിയുണ്ട്. അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഈ പറയുന്ന യമൻ ഒരു യുണൈറ്റഡ് യമനായിട്ട് നിൽക്കണം എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ താല്പര്യം. നേരെ മറിച്ച് ഈ യമൻ രണ്ടായി വിഭജിക്കപ്പെട്ട ഒരു നോർത്തേൺ പാർട്ടും ഒരു സൗതേൺ പാർട്ടും ഉണ്ടാവണമെന്ന താല്പര്യമുള്ള ഫോഴ്സുകൾ യമനകത്തുണ്ട്. ഇവിടെ 2 ഫോഴ്സുകൾ മാത്രമല്ല വാറിംഗ് ഫാക്ഷൻസ് ഉള്ളത്, യമനകത്ത് പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ പല ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പ് ഒരു സൗതേൺ യമനും ഒരു നോർത്തേൺ യമനും വേണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതിൽ സൗതേൺ യമൻ വേണം എന്നുള്ള അഭിപ്രായക്കാരായിട്ടുള്ള ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. ഒരു യൂണിഫൈഡ് യമൻ വേണം എന്ന അഭിപ്രായമുള്ള പൊളിറ്റിക്കൽ ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള താല്പര്യങ്ങൾ യമനിൽ വ്യത്യസ്തമാണ്. ഈ സൗതേൺ യമൻ ഫ്രീ ആക്കി എടുക്കണമെന്ന് താല്പര്യമുള്ള ഫോഴ്സിന് UAE അയച്ച ആയുധങ്ങളുടെ ഒരു ഷിപ്മെൻറ്റ് ഏകദേശം ഒരു 6 മാസം മുൻപ് സൗദി അറേബ്യ ആക്രമിച്ച കാര്യം ഒക്കെ വാർത്തകളിൽ വന്നിരുന്നതും ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കും. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക.